കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ശ്രീമതി സോഫി ജോണിന് വയസ്സ് 70 ആകുന്നു. ഭർത്താവിന്റെ ജീവിതത്തിനൊപ്പം ഒരു നിഴൽപ്പാടായി എന്നും ഉണ്ടായിരുന്നു ഈ പെരിയാറിന്റെ തീരത്ത് ജനിച്ചവൾ. പക്ഷേ ഈ പൂവിടരും വഴിയിൽ മുൻപേ നടക്കുന്നത് സോഫി ജോണാണ്. നിഴലായി ശ്രീ ജോൺ മുണ്ടാടനും. കുടുംബജീവിതത്തിന്റെ ആദ്യകാലത്ത് മക്കളും ഭർത്താവും രാവിലെ വീട് വിട്ടാൽ പിന്നീടവർ ഒറ്റയ്ക്കാകും. ഏകാന്തതയുടെ മണിക്കൂറുകളെ അലസത കീഴടക്കാതിരിക്കാൻ പൂക്കളെ കൂട്ടുകാരാക്കി. മൊക്കാറോ എന്ന് പറയുന്നൊരു വർഗ്ഗമാണ് ഇത്. ഈ ഓർക്കിഡിൽ തന്നെ മൊക്കാറോ എന്ന് പറയുന്നതാണ്. ഇതും പെട്ടെന്ന് ഇത് മറ്റേതിൻ്റെ അത്രയും ഇതെടുക്കില്ല, സമയമെടുക്കില്ല. കുറച്ചും കൂടി വേഗത്തിൽ പൂക്കളുണ്ടാവും. ഇത് എറാൻ്റെ ഓർക്കിഡിൽ തന്നെ എറാൻ്റെ ആണിത്. അത് പെൻസിൽ വാൻഡ എന്ന് പറയും ഈ ടൈപ്പ്. അതിലും പൂവില്ല, ഇപ്പോൾ മുട്ടുണ്ട്. ഇതിൽ ഡാൻസിഗൾ ഒൺസീരിയം ആണ് ഇത്. ഞാനിപ്പോൾ ആസ്ബസ്റ്റോസ് പാത്തിയിലാണ് നട്ടിരിക്കുന്നത്. ആസ്ബസ്റ്റോസ് പാത്തിയിൽ ഓടും മറ്റേ ഇതും കരി കഷ്ണം ആണ്. പിന്നെ തൊണ്ട് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അടയ്ക്കാത്തൊണ്ടാണ് ചിലതിലൊക്കെ ഇട്ടിരിക്കുന്നത്. തൊണ്ടാണെങ്കിൽ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നല്ലപോലെ ഉണക്കി അത് പിന്നെ ഇടുമ്പോൾ ഒന്ന് ഇൻഡോഫിൽ മുക്കിയാണ് ഉപയോഗിക്കുന്നത്. അത് മൂന്നും കൂട്ടിയാണ് വെക്കുന്നത്. പാത്തിയിലാവുമ്പോൾ ഈ ആസ്ബസ്റ്റോസിൽ വേര് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മുളയിൽ വെച്ചുകൊണ്ടിരുന്നത്, ആ കമുകിൻ്റെ ഇതിൻ്റെ ആണ് വെച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ പെട്ടെന്ന് ദ്രവിക്കുന്നതുകൊണ്ട് മുളയിലേക്കാക്കി. മുളയിലും ദ്രവിക്കൽ ഇതാണ്. അങ്ങനെയാണ് ആസ്ബസ്റ്റോസ് പാത്തി ഇപ്പോൾ പൈപ്പ് വാങ്ങിച്ച് മുറിച്ച് രണ്ടാക്കി മുറിച്ചിട്ട് ഇതിൽ കിഴുത്തിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാ ചെടികൾക്കും നമ്മൾ അധികവും ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത്. അതായത് കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവും ഈ വേപ്പും പിണ്ണാക്കും കൂടി ഒരാഴ്ച പുളിപ്പിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു 4 ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പിന്നെ കൂടുതൽ ഇടയ്ക്ക് കൊടുക്കുന്നത് പച്ചിലവളം. പച്ചിലവളം എന്ന് പറയുന്നത് പച്ചില കുറേ അധികം വെട്ടി ഒരു ഡ്രമ്മിലിട്ടിരിക്കും. അത് അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് പച്ചച്ചാണകവും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതും ഒഴിക്കും. പച്ചിലവളം നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്, കൂടുതൽ ഗ്രോത്തിന് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നുണ്ട്. ചെടികൾക്കൊക്കെ ഒരു ഉന്മേഷം വരുന്നുണ്ട് ഈ പച്ചിലവളം ചെല്ലുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് മാൽഫീജിയ എന്ന് പറയുന്ന ഇനമാണ്. ഇതും ഇതുപോലെ കവറിൽ തന്നെ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. ഓരോ കൊല്ലവും കവർ പൊട്ടുന്നതനുസരിച്ച് മാറ്റി കൊടുക്കും. അതനുസരിച്ച് വേര് വെട്ടി രണ്ടാമത് റീപോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ കവറിന് തന്നെയാണ് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ബോൺസായി പോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇതും അതുപോലെ തന്നെ മറ്റേതുപോലെ തന്നെ മാൽഫീജിയ പോലെ തന്നെ അതിലൊക്കെ കായ ഉണ്ടായി നിറഞ്ഞ് കിടപ്പുന്നുണ്ട്. ആ മാൽഫീജിയയിലൊക്കെ ഇതിൽ കായ അത്രയും ഇതല്ല, കോമൺ അല്ല. മറ്റേതിൽ എപ്പോഴും കായ ഉണ്ടാവും മാൽഫീജിയയിലാണെങ്കിൽ. മുകളിലുള്ളതെല്ലാം ഡെൻഡ്രോബിയ വെറൈറ്റീസ് തന്നെയാണ്. പിന്നെ ഇത് ഫിലിപ്പിക്ക സ്ക്രൂ ഓർക്കിഡായനാണ് ഈ കോണിലിട്ടിരിക്കുന്നത്. ഇതെല്ലാം കാറ്റ്ലിയ ഇനത്തിൽപ്പെടും. അതിൻ്റെ വേറെ ഒരു കളറാണിത്. അത് പേർപ്പിൾ ഷെയ്ഡ്. പിന്നെ ഇതൊരു റെഡാണ്, അത് പൂത്തിട്ടില്ല.
ഇത് വേറൊരു ഷെയ്ഡ് ലൈറ്റ് പേർപ്പിൾ. ഇനി അതിൻ്റെ ഒരു ഓറഞ്ചും കൂടെ ഉണ്ട്. അതില്ല, ഡെൻഡ്രോബിയം എന്നൊക്കെ പറയുന്നത് ഒരു മാസമൊക്കെ നമുക്ക് നിർത്താം ഇതിനകത്ത്. പക്ഷേ 2 മാസം വരെയൊക്കെ നിൽക്കും ഈ പ്ലാന്റിൽ തന്നെ. അതേസമയം കാറ്റ്ലിയൊന്നും അത്രയും നിൽക്കില്ല, പക്ഷേ കണ്ടാൽ കൂടുതൽ ഭംഗിയാണ്. നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി വളർത്താൻ ഇത് നല്ലൊരു ഇനമാണ്. ഫിലിപ്പിക്ക, സ്ക്രൂ ഓർക്കിഡ് എന്നൊക്കെ പറയും. ഇത് ധാരാളം ചെനപ്പുകൾ പൊട്ടി ധാരാളം തയ്യും ഉണ്ടാവും, പെട്ടെന്ന് ഉണ്ടാവും. പൂവും മിക്കവാറും എപ്പോഴും കാണും. ഈ പാലക്കാടൻ ചൂടിന് ഇവിടെ കുറച്ച് പൂക്കൾ കുറവാണ് കേട്ടോ. ചൂട് താങ്ങുന്നില്ല എന്ന് തോന്നണം, അല്ലെങ്കിൽ ഇത്രയൊന്നും പൂക്കൾ കണ്ടാൽ പോരാ ശരിക്കും പറഞ്ഞാൽ. ഇതിലിപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഡെൻഡ്രോബിയം, ഇത് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയും. ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരു വെറൈറ്റിയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡെൻഡ്രോബിയത്തിൽ, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. പൂക്കൾ കച്ചവടം നടക്കാറുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് കുറച്ചും കൂടി പ്ലാന്റ്സാണ് കുറച്ചും കൂടി നന്നായിട്ട് പോകാൻ സാധ്യത. പക്ഷേ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പ്ലാന്റ്സ് അന്വേഷിച്ച് പലരും വരുന്നുണ്ട്, ചോദിക്കുന്നുമുണ്ട് ഒരുപാട് പേര് പ്ലാന്റ്സിന് വേണ്ടി. അപ്പോൾ അത് കൂടുതൽ ഉണ്ടാക്കിയാൽ അത് ഉണ്ടാവും, ഒരുമിച്ച് കൂടുതൽ പോകും. ബോൺസായി ആകുമ്പോൾ നല്ലൊരു വിലകൾക്ക് പോകും എന്നുള്ളതാണ്. കുറച്ചധികം ഞാനിപ്പോൾ മിനിയേച്ചർ സൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ. അപ്പോൾ മിനിയേച്ചർ സൈസ് ആകുമ്പോൾ നമുക്ക് അത്രയും വലിയ വില ആവില്ല. താല്പര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കൊടുത്ത് പരിചയമുണ്ട്, അങ്ങനത്തെ കണ്ട് പരിചയമുണ്ട്. അവിടെ തന്നെ എക്സിബിഷനിലൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റ്സ്, ബോൺസായി പ്ലാന്റ്സ് പോകുന്നുണ്ട്. നല്ല ചിലവുണ്ട് അവിടെ. അപ്പോൾ അത്രയും ഒരു അവെയർനെസ് ഇങ്ങോട്ടായിട്ടില്ല. ഓർക്കിഡുകൾക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് ഓട്, കരി, തൊണ്ടും ഉപയോഗിക്കാം. പക്ഷേ തൊണ്ട് നല്ലപോലെ വെയിലത്തിട്ട് ഉണങ്ങി വെയിലും മഴയും കൊണ്ട് കിടന്ന തൊണ്ടാണെങ്കിലാണ് ഏറ്റവും നല്ലത്, ഈ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഓടും കരിയും തൊണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയാണ് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങുന്നത്. അത് എല്ലാം ഇൻഡോഫിലിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് വയ്ക്കുക. ഇപ്പോൾ ഈ മൊക്കാറോ അങ്ങനത്തെ ഇനങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ തൊടിയിക്കാതെയാണ് ഈ കമ്പ് നാട്ടി കൊടുത്തിട്ട് അതിലേക്ക് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കമ്പ് ഇറക്കി വയ്ക്കുന്നില്ല. അതിൻ്റെ മുകളിലായിട്ട് വേര് താഴോട്ട് തന്നെത്താനെ വരും. പിന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ളതാണ് വലിച്ചെടുക്കുന്നത് അത് വേരുകൾ. മറ്റോ ഓർക്കിഡുകളാണെങ്കിൽ അധികവും തൂക്കിയിടുന്നതാണ് നല്ലത്. പൊക്കത്തിലാവുമ്പോൾ ഒച്ചിൻ്റെ ശല്യം വളരെ കുറവുണ്ടാവും. ഈ ഓർക്കിഡിലും ആന്തൂറിയത്തിലും കൂടുതലുണ്ടാകുന്ന ശല്യം ഒച്ചിൻ്റെ ശല്യം കുറയാൻ എപ്പോഴും പൊക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഓർക്കിഡുകൾ മിക്കവാറും ഇങ്ങനെ വയ്ക്കും. ആന്തൂറിയത്തിനാവുമ്പോൾ ഞങ്ങൾ കുറച്ച് ചരൽ മണ്ണും കൂടെ ചേർക്കും. അതിനിപ്പോൾ കരിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓടും ഈ ഇഷ്ടികപ്പൊട്ടും ഈ തൊണ്ടും മാത്രം മതി ആന്തൂറിയത്തിന്. കുറച്ച് ചരൽ മണ്ണും കൂടി അതും കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ബോൺസായികൾക്കാണെങ്കിൽ ബാക്കി എല്ലാ ചെടികൾക്കും നമ്മൾ ചുവന്ന മണ്ണും ചരലും ചരൽ കൂടുതൽ ചേർക്കുന്നത് നീർവാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീച്ചി ഈ യൂഫോബിയ അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് ചെയ്യാനിടയുണ്ട്. അതുകൊണ്ട് അതിൽ കുറച്ച് ചരലും കൂടെ ചേർക്കും. ചാണകപ്പൊടിയും ചുവന്ന മണ്ണും മണലും ആണ് അല്ലെങ്കിൽ സാധാരണ മിശ്രിതം. അതേപോലെ ബോൺസായിക്കാവുമ്പോൾ നമ്മൾ ഇത് കുറച്ച് ഗ്രാവൽ അടിയിലിട്ടിട്ടാണ് ഏറ്റവും താഴെയായിട്ട് വലയിടും ചട്ടിക്കകത്ത്. അത് നമ്മൾ ബോൺസായിയുടെ പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്. നമ്മൾ സാധാരണ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രാവലിട്ട് അതിൻ്റെ മുകളിൽ ഈ ചുവന്ന മണ്ണും ചാണകവും മണലും ചേർന്ന മിശ്രിതം അതിലാണ് നടുന്നത്. കപ്പലിൻ്റെ പിണ്ണാക്ക്, ചാണകം, വേപ്പും പിണ്ണാക്ക്, ഇത് മൂന്നും. ഒരു 5 കിലോ ചാണകത്തിന് 2 കിലോ കപ്പലിൻ്റെ പിണ്ണാക്കും 1 കിലോ വേപ്പും പിണ്ണാക്കും ചേർത്ത് ഒരു 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കും. അത് കൂടുതലും 5 അല്ല 10 കിലോ എടുക്കും ചാണകം. അതിനകത്ത് ഈ 100 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് അതിരുന്ന് പുളിച്ച് കഴിയുമ്പോൾ അതെടുത്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ഒരു 4 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പച്ചില വെട്ടി ഡ്രമ്മിലിട്ടിട്ട് അതിനകത്ത് നല്ല പച്ച ചാണകം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം, അല്ലെങ്കിൽ പച്ചില മാത്രമാണെങ്കിലും നല്ലതാണ്. ചെടികൾക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റത് പൂക്കൾക്ക് വളരെ നല്ലതാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ വളം. ഇത് ചെടികളുടെ ഗ്രോത്തിന് പച്ചില വളം വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പുതിയ ചനപ്പുകൾ പൊട്ടാനും എല്ലാം ആയിട്ട്. ചെടികളാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണ്. പൂക്കൾ നമ്മൾ എറണാകുളത്ത് വരെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിതുവരെ അയച്ചു നോക്കിയിട്ടില്ല. ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തുവിടും, മക്കളാരെങ്കിലും പോകുമ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തുവിടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
പിന്നെ കുറേ ഇവിടെ അടുത്ത് നമ്മുടെ പള്ളിയുണ്ട്, അപ്പോൾ പള്ളിയിലെ ആവശ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ എടുക്കും. എല്ലാ വീട്ടമ്മമാരെയും പോലെ കുറെ ചെടികളെ പരിപാലിക്കുക ഇവിടെ അവസാനിച്ചില്ല സോഫിയുടെ പുഷ്പ അഭിനിവേശം. വാടക വീടുകൾ പലതും മാറുമ്പോഴും ചെടികളെ നട്ടുനനച്ചു. ഒടുവിൽ തിരുവനന്തപുരം നഗരത്തിലെ വാടക വീട്ടിൽ നിന്നും സ്വന്തമായി ഒരിടമൊരുക്കി എത്തുമ്പോൾ കൂടെ കൊണ്ടുപോരാൻ 2 ലോറികൾ നിറയെ ചെടികളുണ്ടായിരുന്നു. 15 ഏക്കർ കൃഷിഭൂമിയിലാണ് ഇവരുടെ താമസവും കൃഷിയൊരുക്കലും. ഇവിടെ പല വർണ്ണപുഷ്പങ്ങളുണ്ട്. പലതരം ഓർക്കിഡുകൾ വളർത്തുന്നു. ഡാൻസിംഗ് ഗേൾ എന്ന് സാധാരണ പേർ വിളിക്കുന്ന ICBM എന്ന ശാസ്ത്രീയ നാമമുള്ള ഓർക്കിഡ് 50,000 രൂപയ്ക്ക് വരെ ഇവർ വിൽക്കാറുണ്ട്. വിപണി സാധ്യത വളരെ കൂടുതലായി ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുവാനുള്ള നേതൃത്വപരമായ പങ്കും ശ്രീമതി സോഫി ജോൺ ഇപ്പോൾ നിർവഹിക്കുന്നുണ്ട്. തങ്ങളുടെ കൈവശമുള്ള ഓർക്കിഡുകളുടെ പ്രദർശനം നടത്തുവാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്താനാവുമെന്ന് ഇവർ പറയുന്നു. പലതരം ആന്തൂറിയം സുലഭമായി ഇവരുടെ തോട്ടത്തിലുണ്ട്. 25 വർഷമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവർ ആന്തൂറിയം കൃഷി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ താമസക്കാലത്ത് ആന്തൂറിയം കർഷകരുടെ ഒരു സഹകരണ സംഘത്തിലൂടെ ഇവ വിൽപ്പന നടത്തിയിരുന്നു. യൂഫോർബിയ നിത്യപുഷ്പിണിയാണ്. കഠിന വേനലിൽ പോലും നിറയെ പൂക്കളുമായി നിൽക്കുന്ന 100 കണക്കിന് യൂഫോർബിയകൾ ഇവരുടെ പറമ്പിൽ ഉണ്ട്. സോഫി ജോണിന്റെ ശേഖരത്തിൽ ഏറ്റവും പ്രധാന ഇനമാണ് ബോൺസായി വൃക്ഷങ്ങൾ. ബോൺസായി രീതിയെക്കുറിച്ച് അറിഞ്ഞത് വായനയിലൂടെയാണ്. 32 വർഷം പഴക്കമുള്ള ആൽമരം ഉൾപ്പെടെ അനേകം ബോൺസായി വൃക്ഷങ്ങളെ ഇവർ വളർത്തി സൂക്ഷിക്കുന്നു. തങ്ങളുടെ കൊച്ചുമകളുടെ 4.5 വയസ്സിൽ അവൾ നട്ട ഒരു ആൽമരത്തിന് 1.5 പതിറ്റാണ്ടിന്റെ പഴക്കം. ബോൺസായി കൃഷിയിലൂടെ ഉയർന്ന വരുമാനം ഉണ്ടാക്കാനാകും. മരത്തിന്റെ ഓരോ വർഷത്തെ പഴക്കത്തിനും 2000 രൂപ വീതം വിലയുണ്ട്. ഇപ്രകാരം മൂല്യനിർണയം നടത്തിയാൽ ദശലക്ഷങ്ങളുടെ വില വരും ഇവരുടെ ചെടികൾക്ക്. പുഷ്പകൃഷിയോടൊപ്പം മറ്റ് കാർഷിക വിളകളും ഇവിടെയുണ്ട്. ഈ ഉദ്യാന രാജാക്കന്മാർക്ക് മറ്റു കൃഷിയും ഏറെ പ്രിയം. മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ജാതി, തെങ്ങ്, വിവിധ പച്ചക്കറികൾ എന്നിവ ഇവിടെ സുലഭം. ജീവിതത്തിന്റെ ഈ സായന്തനത്തിലും അന്നത്തിനു വേണ്ടത് ഇവർ നട്ടു നനച്ചെടുക്കുന്നു. ഈ കൃഷികൾക്ക് വേണ്ടിയുള്ള ജൈവ പച്ചില വളങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്നു.
3 മക്കളും പേരക്കുട്ടികളും ഇവർക്കുണ്ട്. എല്ലാവരും മണ്ണിനെ ഏറെ ഇഷ്ടപ്പെടുന്നു. 2 ആൺമക്കൾ പ്ലാന്റർമാരാണ്. മകളും മരുമകനും ഡോക്ടർമാരാണ്. ഇവർ വെളിപ്പാടകലെ സ്നേഹത്തിന്റെ ഹൃദയ പുഷ്പങ്ങളുമായി ഇവരോടൊപ്പമുണ്ട്. മണ്ണൊരുക്കാനും വിത്തിടാനും അവയെ പരിപാലിക്കാനും വേണ്ടിയുള്ളതാണ് ജീവിതത്തിലെ നല്ല ശതമാനം സമയവും. ഇവിടെ അസ്തമയ ചുവപ്പിനപ്പുറത്തെ ഇരുൾ വരാൻ മടിച്ചു നിൽക്കുന്നു. ആ ഇരുളിലേക്ക് വാർദ്ധക്യത്തിന്റെ മങ്ങിയ കണ്ണടയിലൂടെ നോക്കാൻ ഇവിടെ ആർക്കും നേരവുമില്ല. ഇതളുകൾ നിറയെ വർണ്ണം നിറച്ച് പൂമുട്ടുകൾ വിടരുമ്പോൾ തുമ്പികൾക്ക് മുൻപേ ഇവർ ഓടിയെത്തുന്നു. ഓരോ ഇതളിന്റെയും സ്നേഹസ്പർശമറിയാൻ. അപ്പോൾ വാർദ്ധക്യം എത്രയോ കാതത്തിനുമപ്പുറം അടുക്കാനാകാതെ നിൽക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ. ഇനിയും ഒരുപാട് പൂവുകൾ ഇവർക്ക് വേണ്ടി മാത്രം വിടരുവാൻ വല്ലികളിൽ എവിടെയോ ഒരുങ്ങിയിരിക്കുമ്പോൾ പൂവിന്റെ മാത്രമല്ല, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സുരഭില സുഗന്ധം ഇവിടുത്തെ കാറ്റിൽ ഒഴുകി പരക്കുന്നു.